നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വരുന്ന കുറച്ച് ദിവസത്തിനുള്ളിൽ വളരെയധികം ഫലങ്ങൾ നേടാൻ കഴിയുന്ന 8 നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ധനലാഭവും രാജയോഗവും അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹമുള്ള കുറച്ച് വ്യക്തികൾ. അതിൽ ഒന്നാമത്തെ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് തിരുവോണമാണ്. തിരുവോണം നക്ഷത്ര ജാതകർക്ക് വരുന്ന ദിവസങ്ങളിൽ ജീവിതത്തിൽ ദുരിതങ്ങൾ അവസാനിച്ച് പുതിയ പുതിയ ആശയങ്ങളിലേക്ക് മുന്നേറുവാനായിട്ട് സാധിക്കും. പണയത്തിലായ ആഭരണങ്ങളും വീടും തിരിച്ചു പിടിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. രണ്ടാമത്തെ നക്ഷത്ര ജാതകർ രോഹിണിയാണ്. ലോട്ടറി ഭാഗ്യത്തിനും സ്ഥാനക്കയറ്റത്തിനും വഴിയൊരുക്കാൻ നിങ്ങൾക്ക് ഈശ്വര സഹായത്താൽ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്ന എന്ത് മേഖലയിലാണെങ്കിലും മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കും. മൂന്നാമത്തെ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് ചോതിയാണ്. പ്രധാനമായിട്ടും ശത്രുനാശവും കടബാധ്യതകളിൽ നിന്നുള്ള മോചനവും നിങ്ങൾക്കുണ്ടാകും. പുതിയ വീട്, വാഹനം എന്നിവ വാങ്ങാനുള്ള സ്വപ്നം സഫലമാകും. നാലാമത്തെ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് അനിഴമാണ്. ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകും. വരുന്ന ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ നിങ്ങളുടെ ജീവിതം വൻപിച്ച ഒരു നേട്ടത്തിലേക്ക് വഴിതെളിക്കും. അതുപോലെ തന്നെ ഭൂമിപരമായ ഇടപാടുകൾക്കൊക്കെ വളരെയധികം സാധ്യതകൾ കാണുന്നുണ്ട്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ്. ബിസിനസ് മേഖലയിലൊക്കെ ഒരു പുതിയ ഉണർവുണ്ടാകും. അതുപോലെ തന്നെ പൂർവിക സ്വത്ത് കൈവരാനായിട്ട് നിങ്ങൾക്കൊരു സാധ്യതയുണ്ട്. അടുത്ത നക്ഷത്രം മൂലമാണ്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികളാണെങ്കിൽ അനുകൂലമായൊരു സമയമാണ്. നഷ്ടപ്പെട്ടു പോയ പണം തിരികെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അടുത്ത നക്ഷത്രം മകയിരമാണ്. കഷ്ടപ്പാടുകളൊക്കെ ഒഴിഞ്ഞ് മെയ് ജൂൺ മാസത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾ നേടുവാനായിട്ട് സാധിക്കും. അപ്രതീക്ഷിതമായി പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അനുയോജ്യമായ ഒരു സമയമാണിത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ്. ദീർഘകാലമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ബിസിനസ്സിലും തൊഴിലിലും വലിയ നേട്ടമുണ്ടാകും. ഭാഗ്യം വർദ്ധിപ്പിക്കാനുള്ള വഴിയൊക്കെ ജീവിതത്തിൽ തുറക്കപ്പെടും. അപ്പോൾ ഇതൊക്കെയാകുന്നു ആ 8 നക്ഷത്ര ജാതകരെന്ന് പറയുന്നത്. പക്ഷേ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പൊതുവായ ചില തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിന് പ്രകാരം നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിലോ നിങ്ങളുടെ ഭവനങ്ങളിലടുത്തുള്ള ക്ഷേത്രങ്ങളിലോ ഒക്കെ ഒരു വഴിപാട് നടത്തുന്നത് ഏറ്റവും അനുയോജ്യമാകും. അതുപോലെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുവാനായിട്ട് ഭഗവാന് വഴിപാടുകൾ നടത്തുക. ഒന്നുകൂടെ ആ 8 നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് പറയുകയാണ്. രോഹിണി, തിരുവോണം, ചോതി, അനിഴം, മകം, മൂലം, മകയിരം, വിശാഖം എന്നീ നക്ഷത്ര ജാതകരാകുന്നു ആ 8 നക്ഷത്ര ജാതകർ. ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.